പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശനിലായിരിക്കുന്ന വാത്സല്യ കർത്താവിൻ്റെ ദാസൻ കുടുംബത്തിനും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഈ തലവലപ്പറമ്പിലെ ഹൗസ് ചർച്ചിൽ കർത്താവ് തന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതുപോലെ മാസത്തിൻ്റെ എല്ലാ ദിവസവും എല്ലാ ഒരു വൺ ഡേ മീറ്റിംഗ് ആയിട്ട് നമ്മൾ കടന്നു വരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സന്ദേശങ്ങൾ അനേകർ കേൾക്കുന്നു, അനേകർ അതിനെക്കുറിച്ച് വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമാണ്. വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് നമുക്ക് ധാരാളമായി തന്നുകൊണ്ടിരിക്കുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൾ തെറ്റിപ്പോകുന്നുവെന്ന് കർത്താവ് പറഞ്ഞത് ആരും വേണ്ട രീതിയിൽ ഗ്രഹിക്കാറില്ലെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് ചിലപ്പോൾ. കാരണം തിരുവെഴുത്തുകൾ എന്താണെന്ന് നന്നായി ശോധന ചെയ്യണം. പഴയ നിയമ തിരുവെഴുത്തും പുതിയ നിയമ തിരുവെഴുത്തും. ചില പാസ്റ്റർമാർ പറയാറുള്ളത് തിരുവെഴുത്ത് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെയാണ്, തിരുവെഴുത്തെന്ന് പറയുന്നത് പുതിയ നിയമത്തിന് അവരെന്തൊക്കെയോ പറയുന്നത്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് പഴയ നിയമ തിരുവെഴുത്ത്, പുതിയ നിയമ തിരുവെഴുത്ത്, അതങ്ങനെയാണ് അതിൻ്റെ പഠനം കിടക്കുന്നത്. പുതിയ നിയമത്തിന് പ്രാധാന്യം കൊടുക്കാതെ പഴയ നിയമ തിരുവെഴുത്ത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുതിയ നിയമം പിന്നെ എന്തുവാ? തിരുവെഴുത്തല്ലാതെ വേറെന്തുവാണ്? സ്തോത്രം. അത് അവരോട്ട് പറയുന്നുമില്ല. അതുകൊണ്ട് ശൈശവമായ ഈ അഭിപ്രായങ്ങൾ നമ്മളത് കേട്ടിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം പുതിയ നിയമം എന്നുള്ളത് ഏറ്റവും ശക്തമായി നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കി. അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചു നോക്കിക്കോ, പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി എന്നാണ്. അങ്ങനെ അതിൻ്റെ വാക്ക്, ഇംഗ്ലീഷ് വാക്ക്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നല്ല, ദാനമത്രേ അവിടുന്ന് ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. 5-ാം വാക്യം. ആറാമത്തെ. Who also made us sufficient as ministers of the new covenant, not of the letter but of the spirit. For the letter kills, but the spirit gives life. able ministers എന്നൊരു പദവിയില്ലേ? നോ, അതിന്റെ KJV ട്രാൻസ്ലേഷനിൽ കറക്റ്റ് ആണ്. വി ആർ ഏബിൾ മിനിസ്റ്റേഴ്സ്. അതായത് അവൻ ഞങ്ങളെ പുതിയ നിയമത്തിലെ ശുശ്രൂഷന്മാരാകാൻ പ്രാപ്തരാക്കി. അതിൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ പ്രാപ്തന്മാരായ ശുശ്രൂഷന്മാരാക്കി, ഏബിൾ മിനിസ്റ്റേഴ്സ് ആക്കി. അത് ഒരു ഭാഗം ശരിയാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു പഠനമാണ്. അവൻ ഞങ്ങളെ ഏബിൾ മിനിസ്റ്റേഴ്സ്, പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ഇവിടെ എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി എന്ന്. ഇംഗ്ലീഷിൽ അത് വരുമ്പോൾ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. അതിന് അല്പ വ്യത്യാസമുണ്ട് അതിൽ. സഫിഷ്യന്റ് ന്യൂ കവനന്റ്. സഫിഷ്യന്റ് എന്നുള്ള സ്ഥാനത്ത് ഏബിൾ മിനിസ്റ്റേഴ്സ് എന്നാണ് KJV ട്രാൻസ്ലേഷൻ. അതാണ് കുറച്ചുകൂടി ബലം. അതാണ് പഠിച്ചിരിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി ദൈവം. ആരെ? മീൻ പിടിച്ചു കിടന്നവരെ. അവരെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വേദോത്സവം കൈ പിടിച്ചേക്കുന്നത്. ആ 12 പേരിൽ നമ്മളാരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വചനം ലോകത്തിന് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. അവരെ ഏൽപ്പിച്ചു, അവരത് വിശ്വസ്തയോടെ ലോകത്ത് പോയി പ്രസംഗിച്ചു. ഭൂമിയുടെ 5 വൻകരകളിലും കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ പോയി പ്രസംഗിച്ചു. അവർ ദൈവവചനം ശക്തിയോടെ പ്രസംഗിച്ചു. ഓരോ ദേശങ്ങളിലും സഭകളുണ്ടായി. ആ സഭകളെ അവർ ഉപദേശം പഠിപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം ഭക്തിക്കുത്ത് ഉപദേശം പഠിപ്പിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് അവരെ നടത്തിയെടുത്തു.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ റെസ്റ്റ് ഇൻ പീസ്, അവർ വിശ്രമത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. അവർ മുഖാന്തരം ഈ വചനം നമ്മുടെ കയ്യിൽ ലഭിക്കുവാനിടയായി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കേരളത്തെ കിടുകിടാ വിറപ്പിച്ചൊരു പാസ്റ്റർ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എടുത്ത് പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ട് ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ, കാരണം എനിക്ക് അത്ര സങ്കടം വന്നുപോയി. കാരണം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എന്നുള്ളത് ഏതൊരു മനുഷ്യനും വായിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ആ 17-ാം അധ്യായത്തിലെ അതിൻ്റെ 6-ാം വാക്യത്തിൽ, നീ എനിക്ക് ലോകത്തിൽ തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അടുത്ത എല്ലാം വായിക്കാൻ സമയമില്ല. 8-ാം വാക്യം, നീ എനിക്ക് തന്ന വചനം അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു എന്ന് അപ്പോ കർത്താവിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? നീ എന്നെ പിതാവ് അയച്ചതാണ്, നീ എന്നെ അയച്ചെന്ന് അവർ വിശ്വസിച്ചു. നീ എനിക്കുന്ന വചനം ഞാൻ അവർ കൊടുത്തു, കർത്താവിനെ അവർ വിശ്വസിച്ചു. കൂടെ നടന്നവരൊക്കെ എന്ത് ചെയ്തു? 500-1000 പേര് കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞ ഒരു സമയം പോകാൻ നേരത്ത് അവരെല്ലാം അപ്പം തിന്നാനും രോഗശാന്തിക്കും ഭൂതശാന്തിക്കും അവരുടെ വിഷയങ്ങൾക്ക് മറുപടിക്ക് വേണ്ടിയും കൂടെ നടന്നപ്പോൾ ഈ 12 പേരെന്ത് ചെയ്തു? നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചു, പിതാവ് അയച്ചതാണെന്ന് വിശ്വസിച്ചു. ഈ വചനം അവരെ ഫലമേൽപ്പിച്ചു. ഇനി അടുത്ത് അതിന്റെ 11-ാമത്തെ വാക്യം, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവർ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ആമേൻ. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ പിതാവിനോട് പറയാണ് ഇവരെ സൂക്ഷിച്ചുകൊള്ളണം. എന്തിനാ അങ്ങനെ സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞത്? ഈ സൂക്ഷിച്ചുകൊള്ളാനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അതല്ല, വചനം അവരെ വരവേൽപ്പിച്ചിരിക്കുക. വചനം അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പോയി. സ്വർഗീയ പിതാവ് പുത്രന് കൊടുത്ത വചനം പുത്രൻ അത് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് പിതാവിനോട് പറയാ അവരെ സൂക്ഷിച്ചോണേ, അവർ നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിന് വചനം നഷ്ടപ്പെടുക. എന്തോ ഒരു അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രയോഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്നിട്ട് അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇനി 14-ാം വാക്യം, എല്ലാം വായിക്കുന്നില്ല. 14-ാം വാക്യം, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. കണ്ടോ ആ വാക്യത്തിന്റെ ഘടന? കണ്ടോ? ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായാൽ ലോകം അവരെ പകച്ചു. ലോകം അവരെ പകച്ചത് എന്തുകൊണ്ടാ? അവർ ലോകപ്രകാരം ജീവിക്കാതെ ഭയഭക്തിയിൽ ജീവിച്ചത് കൊണ്ടാണ് ലോകം അവരെ പകച്ചത്. ഇന്നത്തെ ആത്മീയ കോളത്തെ പകയ്ക്കുന്നത് എന്തുകൊണ്ടാ? അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അമാതൃകയായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ജീവിക്കേണ്ട പോലെ ജീവിക്കാതെ വ്യവസ്ഥ വിട്ട് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യാം? ലോകം നമ്മളെ പകയ്ക്കുക. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു ട്രെൻഡ്, നമുക്കിപ്പം രാഷ്ട്രീയത്തിൽ ഭരിക്കുന്ന പോലെ ഭരിക്കാൻ അറിയാം. പഞ്ചായത്ത് ഭരിക്കണം, കോർപ്പറേഷൻ ഭരിക്കണം, പിന്നെ മന്ത്രി കസേര നമുക്ക് വേണം. ഈ പാസ്റ്റർമാർക്ക് ഈ ചിന്ത എവിടെ നിന്ന് കിട്ടി? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതെവിടെ നിന്ന് കിട്ടി ഈ ചിന്ത? നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. ലൗകിക ചിന്ത ഒന്നുകൊണ്ട് അങ്ങനെ വന്ന്, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന കർത്താവ് പറഞ്ഞു. റോമർ 12 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അടുത്ത് പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകപ്രകാരമുള്ള ഒരു രാജ്യമല്ല കർത്താവിന്റെ രാജ്യം. പിന്നെ ഏറ്റവും പ്രധാനം 5:19 1 യോഹന്നാൻ. അത് കാണാതെ അറിയില്ലേ നമുക്ക്? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയെ കിടക്കുക. ദുഷ്ടന്റെ അധീനതയെ കിടക്കുന്ന ലോകത്തെ ഭരിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അതൊരിക്കലും വിജയിക്കില്ല. സർവ്വലോകവും ദുഷ്ടന്റെ നിയന്ത്രണത്തിൽ കിടക്കുകയാണ്. ഈ നിയന്ത്രണത്തിൽ കിടക്കുന്ന ലോകത്തെ ദൈവം റിലീസ് ചെയ്ത് തൻ്റെ മക്കളെ അവിടെ നിന്ന് വിടുവിച്ചതിന് ശേഷം ഈ ലോകത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക.
എന്നിട്ടൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് മാറ്റാൻ പോവുക. അതാ ഇന്നത്തെ പ്രസംഗ വിഷയം. മനസ്സിലായോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ആത്മീയ ഗോളത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറ്റി. അതൊന്ന് വായിച്ചേ വാസ്. ഞാനത് പറയാതെ വാക്യം അങ്ങോട്ടൊന്ന് വായിച്ചാട്ടെ. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ 1-ാം വാക്യം വായിച്ചു. ആ ബുദ്ധിയില്ലാത്ത പെന്തക്കോസ്താരേ. അടുത്ത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കേ നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയതാരെ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ട ദൈവമക്കളെ ആര് ശുദ്രം ചെയ്ത് മയക്കി? സാത്താൻ ശുദ്രം ചെയ്തു. നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, ക്രിസ്തുവിനെ കൊടുക്കുക. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകം ഭരിക്കാനല്ല, പഞ്ചായത്ത് ഭരിക്കാനല്ല, കോർപ്പറേഷൻ ഭരിക്കാനല്ല. അതിന് ലോക മനുഷ്യരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകക്കാരായതുകൊണ്ടാണ് ഈ ലോകം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ആത്മീകരാണ്, ദൈവരാജ്യത്തിന്റെ അംശികളാകേണ്ടവരാണെന്നുള്ള ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ യാതൊരു കാര്യത്തിലും ഇടപെടത്തില്ല. എന്ന് വെച്ച് നമ്മൾ ഇവിടുത്തെ യാത്ര ചെയ്യേണ്ടെന്നോ, മെട്രോ കയറേണ്ടെന്നോ, പ്ലെയിനിൽ കയറേണ്ടെന്നോ, കപ്പലിൽ പോകേണ്ടെന്നോ, ഇവിടുത്തെ പല കാര്യങ്ങളുടെ ഇതിനെല്ലാം ഇടപെട്ടേ പറ്റൂ. ഈ ലോകത്തിൻ്റെ ഇടയിൽ ലോകക്കാർ ചെയ്യുന്ന പല കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷേ ആത്യന്തികമായി വചനം വിലക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നോണം. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ദുഷ്ടൻ ഭരിക്കുന്നൊരു ലോകം, സാത്താന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ ഈ ലോകം പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ കാണുന്നു, ഈ ലോകത്തിന്റെ പ്രഭു അത് സാത്താനാണെന്ന് ഒട്ടനവധി പ്രാവശ്യം യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കാണാതറിയുന്ന വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞാൻ പറയുന്ന പെന്തക്കോസ്തുകളുടെ കണ്ണ് കുരുടാക്കി. നല്ല കഥ, സ്തോത്രം. അപ്പൊ കുരുടാക്കി ഇട്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, കുരുടനെ വഴി കാട്ടിക്കൊണ്ടിരിക്കുക. ഇരുവരും കുഴിയിൽ വീഴും, കുഴി നരകമല്ലേ? അല്ലയോ കുരുടന്മാരും മൂഢന്മാരുമായുള്ളവരെ എന്ന് മോശയുടെ പീഠത്തിൽ ഇരുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും കുറിച്ച് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഭരിക്കാനായിട്ട് നമ്മൾ പോകണ്ട. എനിക്ക് ഇന്നലെ കർത്താവ് തന്ന ചിന്തയായി ഞാൻ ഈ പറയുന്നത്. നമ്മൾക്ക് ഭരിക്കാനായിട്ട് ഒരു അവസരം കർത്താവ് തരുന്നുണ്ട്. എപ്പോഴാണ്? കർത്താവ് സഭയെടുത്തതിന് ശേഷം 7 വർഷത്തെ മഹോദരകാലം ഇവിടെ നടക്കും. അത് കഴിഞ്ഞ ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ വന്ന് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ കർത്താവിനോടൊപ്പം ഭരിക്കുവാൻ നമുക്കൊരു അവസരം തരുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം എടുത്ത് വായിച്ചേ. 1-2 വാക്യങ്ങൾ വായിച്ച മുഖവര വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വേഗത്തിൽ വരാൻ പോവാണ്. വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം. കോർട്ട് എന്നാണ് ആ ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഒന്നോട്ട് വായിച്ചോ. പോകുവാൻ തുനിയുന്നുവോ? 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാർ ലോകത്തെ വിരിക്കും. ആ ലോകത്തെ വിരിക്കാനുള്ളവര് ഒരു പഞ്ചായത്ത് ഭരിക്കാനും ഒരു കോർപ്പറേഷൻ ഭരിക്കാനും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ജില്ല ഭരിക്കാനും പോകേണ്ട കാര്യമില്ല. ലോകത്തെ ഭരിക്കുവാൻ അടുത്ത താഴോട്ട് വായിച്ച അമ്മമ്മേ ഒരു വാക്യം കൂടി. അടുത്ത അടുത്ത വാക്യം വേണ്ട കിടക്കുന്നു. മതി. ദൂതന്മാരെ വിധിക്കാനുള്ളവരും ലോകത്തെ വിധിക്കാനുള്ളവരുമാണ് വിശുദ്ധന്മാർ അല്ലെങ്കിൽ പുതിയ നിയമസഭ. അവരിപ്പോ ലോകത്തിലെ മറ്റുള്ളവരെ വിധിക്കാനുണ്ടായി നമ്മുടെ ഈ കാലഘട്ടത്തിൽ. ഇത് 1000 ആണ്ട് വാഴ്ചയിൽ നമുക്കൊരു ഭരണം കർത്താവ് വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ രാജാക്കന്മാരായിട്ട് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ വാഴുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ.
രാജാക്കന്മാരെ പോലെ ഈ കർത്താവിനോടൊപ്പം വാഴേണ്ട നമ്മൾ ഈ 10-15 ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരെ ഭരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിന് വ്യവസ്ഥയില്ലല്ലോ. ലോകത്തെ ഭരിക്കും, ദൂതന്മാരെ ഭരിക്കും. അതിനുള്ള പദവി നമുക്ക് തരുമ്പോൾ ഇവിടെ പറയാ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരിച്ചാൽ മതി, ഞങ്ങൾക്കൊരു ജില്ല ഭരിച്ചാൽ മതി, ഞങ്ങൾക്ക് മന്ത്രി കസേര കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് MLA ആയാൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ ആയാൽ മതി, ഇങ്ങനെ ആയാൽ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ളവർ അങ്ങോട്ട് പൊക്കോ, അങ്ങനെ അങ്ങ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പങ്കില്ല. ഈ കർത്താവിനോടൊപ്പമുള്ള ഭരണസീമയിൽ, ഭരണക്കസേരയിൽ നിങ്ങൾക്ക് പങ്കില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ചോദിച്ചല്ലോ കർത്താവിനോട്. എന്ത് ചോദിച്ചു? കർത്താവെ നിങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ച് നിങ്ങൾക്ക് എന്തോ കിട്ടും. എന്താ പറഞ്ഞു കർത്താവ്? ഇസ്രായേൽ ഗോത്രം 12-നെയും ഞാൻ ന്യായം വിധിക്കാൻ വരുമ്പോൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ ഗോത്രത്തെ യഹൂദന്മാരായ ശിഷ്യന്മാര് ന്യായം വിധിക്കുമ്പോൾ സ്വത്രം ജാതികളായ നമ്മൾ ഈ ലോകത്തെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും. അതിനുള്ള പദവിയാണ് പുതിയ നിയമം നമുക്ക് തരുന്നത്. ഇത് വിട്ടിട്ട് ഈ നിസ്സാര കാര്യങ്ങളിലേക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് മുമ്പ് ആഴ്ചയിൽ കട്ടിയായിട്ട് പറയും. ഇപ്പൊ പറയുന്നത് ഇവർ ശൈശവാവസ്ഥയിൽ കിടക്കുക, ഒരു പാല് കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു വചനത്തിന്റെ യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ആത്മീക ശൈശവാവസ്ഥയിൽ കിടക്കുക. പാസ്റ്ററായിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, ഖജാൻജി ആയിരിക്കാം, പ്രസിഡന്റ് ആയിരിക്കാം, വൈസ് പ്രസിഡന്റ് ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷേ ആത്മീക ശൈശവരാണ്. ഇവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കരയാമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം അങ്ങ് പോകും. വിഷയത്തിലേക്ക് വരുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കുറിമാക്യമായിട്ട് വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചോ. എന്നാൽ നാം വാഗ്ദത്തപ്രകാരം കാത്തിരിക്കും. മതി, ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തെ കർത്താവിന്റെ കരുണയിൽ ഏൽപ്പിക്കുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. സ്തോത്രം, കർത്താവിന്റെ കരുണയിൽ ഇപ്പോൾ വായിച്ചല്ലോ. ഇത് സന്നിധിയിൽ ഞങ്ങൾ വായിച്ചു. ഈ വാക്യത്തെ വിഭജിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തരണമേ. ഈ വാക്യത്തിന്റെ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ വചനത്തിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആത്മീക മർമ്മങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വെളിപ്പെടുത്തി തരണമേ. അത് ആ വെളിപ്പാടുകളെ തടയുന്ന എല്ലാ ദുഷ്ടപോരുകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇത് വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും നേരിട്ടും അല്ലാതെയും കേൾക്കുന്ന എല്ലാവർക്കും ഈ വചനങ്ങൾ വലിയ അനുഗ്രഹവും നന്മയും വിടുതലും പ്രത്യാശയുമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മുഴുമഹത്വവും പിതാവിന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. നമ്മൾ വായിച്ച വാക്യം എന്താണ്? ഒന്നുകൂടി വായിക്കാം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും. ഇവിടെ പത്രോസ് പറയുന്ന പ്രധാനമായ ആ പോയിന്റാണ് എൻ്റെ വിഷയം. ഇത് 2 ദിവസമായി എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഈ വാക്യം തന്നിട്ട്, അപ്പൊ ഇത് പ്രസംഗിക്കണം എന്നുള്ളൊരു ചിന്ത കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. അതിവിടെ തന്നെ പ്രസംഗിക്കാനായിട്ടൊരു നിയോഗമാണ് കർത്താവ് തന്നത്. അതുകൊണ്ട് ഞാനത് പരസ്യമായിട്ട് ഈ വാക്യം വായിച്ച് ഇതിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്നേഹിതായിരിക്കാം. പത്രോസിൻ്റെ 2 ലേഖനങ്ങൾ, ഈടുറ്റ ലേഖനങ്ങൾ സത്യവേദ പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. തനിക്ക് ലേഖനം എഴുതി മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ പോലുമുള്ള പ്രാപ്തി ഉണ്ടെന്ന് തൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇല്ലെന്നുള്ളത് കാര്യം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് സാക്ഷീകരിച്ചും കൊണ്ട് അപ്പൊ പത്രോസിന് എഴുതാനൊന്നും അറിയത്തില്ല. പത്രോസ് സില്വനാസിനെ കൊണ്ട് എഴുതിപ്പിച്ച ലേഖനമായി. എൻ്റെ ദൈവമേ, ഈ പത്രോസിന്റെ ആ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. യോഹന്നാൻ സുവിശേഷം എടുക്കണ്ട, അവസാന അധ്യായത്തിൽ എൻ്റെ ആളുകളെ മേയ്ക്കുക, എൻ്റെ ആളുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ദൈവം ഡയറക്റ്റായിട്ട് ആക്കി വെച്ചവൻ എഴുതാൻ പോലും അറിയത്തില്ല. നമ്മളിപ്പോൾ എഴുതുകയല്ല, പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, വലിയ കാവ്യങ്ങൾ എഴുതുന്നു, വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു, എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ പത്രോസിൻ്റെ 7 അയലോക്കത്ത് വരാനായിട്ട് നമുക്കൊട്ട് പറ്റുന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താ?
ദൈവമാക്കി വെച്ചൊരു ശുശ്രൂഷകനാണ് പത്രോസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ കർത്താവ് ആക്കി വെക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് വായിക്കാം. സൗരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ആ ആമേൻ. ഏറെയില്ല, ഏറെയില്ല. ആ ദോഷന്മാരെ തിരഞ്ഞെടുത്തു. ആ ബലഹീനന്മാരെ തിരഞ്ഞെടുത്തു. ആ ആ ഏതുമില്ലാത്തതും നികൃഷ്ടന്മാരായവരെ തിരഞ്ഞെടുത്തു. തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കുന്ന മുക്കുവന്മാരെ തിരഞ്ഞെടുത്തു. അടുത്ത ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്. അടുത്ത ആ ആ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും ആയിത്തീർന്നു. ഉണ്ടോ? സ്തോത്രം. അടുത്ത എന്തിനാണ് അവരെ തിരഞ്ഞെടുത്തത്? എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ജ്ഞാനം കൊണ്ട്, ഞാൻ പഠിച്ച ഡിഗ്രി കൊണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെയും പ്രസംഗിക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ പരാജയപ്പെട്ട് കിടക്കുന്ന മേഖല നമ്മുടെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും നമ്മൾ പ്രസംഗിക്കുന്നു. അത് ആർക്കും ഗുണമല്ലാതായി തീരുന്നു. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുവാനിടയായി. തുളുമാനമായ ശുശ്രൂഷകളിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷവരെയും പത്രോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് മിറക്കിൾ ക്രൂസൈഡ് നടത്തിയാൽ ഏറ്റവും മുൻപന്തിയിൽ പത്രോസാണ്. പൗലൂസൊക്കെ ഉറുമാല കൊണ്ടുവന്ന് ഇടുമ്പോൾ സൗഖ്യമാകുന്നു. പത്രോസിന്റെ ഷാഡോ തട്ടി രോഗികൾ സൗഖ്യമാകും. ചിന്തിച്ചു നോക്കി. സുലോനാസിനെ കൊണ്ടാണ് ഈ ലേഖനം എഴുതിപ്പിക്കുന്നത്. സ്വന്തമായിട്ടൊന്നും എഴുതി പിടിപ്പിക്കാൻ അറിയത്തില്ല. സ്വന്തം ബുദ്ധി, സ്വന്തം കഴിവ്, സ്വന്തം പ്രാപ്തി ഇതൊന്നുമില്ലാത്ത പത്രോസിനെ പരിശുദ്ധാത്മ പൂർണ്ണനായി കഴിഞ്ഞപ്പോൾ അവനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുന്നത്, ഇതാ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു. നമ്മളും ചെയ്യുന്നുണ്ട്, കീഴ്മേൽ മറിക്കുന്നുണ്ട്. ഓരോ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക. തലയും കുത്തി തറയെ വീഴുകയും കിടന്ന് പിടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കണ്ട് അതിശയപ്പെട്ട് നിൽക്കുക. ഇതെവിടെ നിന്ന് ഈ ശുശ്രൂഷകൾ? എവിടെ നിന്ന് ഇതെവിടെ നിന്ന് കിട്ടി? ഈ ഊതിയിടലും ഉന്തിയിടലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും ഈ വചനവ്യവസ്ഥ വിട്ടുള്ള ശുശ്രൂഷ രീതികൾ എവിടെ നിന്നാണെന്ന് ഓർത്ത് ആൾക്കാര് പകച്ചു നിൽക്കുകയാണ്. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നത് നമ്മൾ ഈ നിലയില. അവരങ്ങനെയല്ല. അക്ഷരികമായിട്ട് ജനത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവരിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വത്രം ജനം അവരെ കുറിച്ച് പറയുകയാണ്, ഇതാ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ. ഇതല്ലേ നമുക്ക് വേണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെയുള്ള ശുശ്രൂഷകളല്ലേ വെളിപ്പെട്ട് വരേണ്ടത്? നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ കണ്ട് ഭയപ്പെടണം. സുവിശേഷ വിരോധികൾ നമ്മുടെ അടുത്തേക്ക് വരാൻ ഭയപ്പെടണം. എന്താ കാര്യം? നമ്മളിൽ ദൈവശക്തി ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ, അല്ലേ, മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു വന്നു. മഹാശക്തി. പ്രവൃത്തി പുസ്തകത്തില് പത്രോസിനെ പരിഹസിച്ച് പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യം കാണാൻ കഴിയും. ഭൂതം കയറിയ ഒരു സ്ത്രീ. ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. പത്രോസ് പലപ്രാവശ്യം, അല്ല പൗലോസ് പലപ്രാവശ്യം തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ഒറ്റ ശാസനം വിട്ടുപോയി. അവിടെ തീർന്നു. അവളെ കൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവര്, ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവരെല്ലാം എന്തായി? വെള്ളത്തിലായി, ആകെ പ്രശ്നമായി. അവിടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്നാണെങ്കിലും എന്തായിരിക്കും സ്ഥിതി? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ചെയ്തതായ പ്രവൃത്തികളും അവർ പറഞ്ഞ ഉപദേശങ്ങളും അവരുടേതായ രീതികളും, അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾ കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അവരുടെ ഉപദേശം, അവരുടെ രീതികൾ, അവരുടെ ശുശ്രൂഷകൾ. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു.
2 കൊരിന്ത്യർ ലേഖനം 5:17 മുതൽ 20 വരെ വായിച്ചു പഠിച്ചോണം, വായിക്കാൻ സമയമില്ല. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക്, അവരെങ്ങനെ നിരപ്പിച്ചു, അവരെങ്ങനെ ശുശ്രൂഷിച്ചു, അവരെങ്ങനെ വചനം കൈകാര്യം ചെയ്തു, അത് തന്നെ നമ്മൾ ചെയ്യണം. മറ്റൊന്നാകാൻ പാടില്ല. മറ്റൊന്നായാൽ അത് മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് വരിക. അപ്പൊ ഇവിടെ പത്രോസ് പറയുന്നത് എന്താണ്? നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഒരു കാത്തിരിപ്പ്, ഒരു കാത്തിരിപ്പ് പുതിയ നിയമസഭയ്ക്ക്. അപ്പോസ്തലന്മാർക്ക് ആ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി ഭക്തന്മാർക്ക് ആ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടി? നമ്മുടെ കാത്തിരിപ്പ് എന്തിനാ? നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? നാം അവന്റെ കാന്തയായി മണവാളൻ വരുമ്പോൾ മണവാളന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വിശുദ്ധ കന്യക, chaste virgin, നിർമ്മല കന്യകയായി നാം ദൈവത്തിൽ കാത്തിരിക്കുക, മണവാളന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ക്രൈസ്തവ സഭ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. എന്നോട് തന്നെ ഞാൻ ചോദിക്കുക, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണോ? അതോ ഞാൻ എൻ്റെ ലക്ഷ്യം വേറെ, എൻ്റെ ഗോള് വേറെ വല്ലതും ആണോ? ഇന്ന് പലരുടെയും ലക്ഷ്യം പലതാ. പല പല പ്രൊജക്റ്റുകൾ പലരും തയ്യാറാക്കി. ഞാൻ സസൂക്ഷ്മം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക സുവിശേഷകന്മാരെ ഞാൻ പഠിച്ചു നോക്കിയിട്ട് അവർ അവരുടേതായ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങൾ കണക്ക് കൂട്ടി, അവര് കാൽക്കുലേഷൻ നടത്തി, അവർ ആ പദ്ധതികൾ അതിൻ്റെതായ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അതിനോട് യോജിപ്പ് കുറവാണ്. കാരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് നമ്മൾ വരാതെ നമ്മുടെ വ്യവസ്ഥയിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് ഭൂഷണമല്ല, അത് യോഗ്യമല്ല, അത് വചന വ്യവസ്ഥ പ്രകാരമല്ല. നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട് വചനത്തിൽ, നമുക്കൊരു ഉപദേശത്തിന്റെ ക്രമം നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കൊരു വ്യവസ്ഥ തന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം പ്രവൃത്തി പുസ്തകമാണ്. ഈ പ്രവൃത്തി പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ വാക്കുകൊണ്ടും ലേഖനങ്ങളിലൂടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ ചെയ്തതും പറഞ്ഞതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം കാണുന്നുണ്ട് നിത്യജീവനെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. പുതിയ നിയമസഭ ഈ പ്രമാണത്തെ മുറുകെ പിടിച്ച് വേണം മുമ്പോട്ട് പോകാൻ. നമ്മുടെ കർമ്മ പദ്ധതികളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യാനിടയായിത്തീരണം. പഴയ നിയമത്തിലെ 2 പേരുടെ ചിന്ത എൻ്റെ ഉള്ളത്തിൽ ഇപ്പം തന്നിരിക്കുക. കർത്താവ് ആരാ? സ്വത്രം അഹരോന്റെ 2 മക്കള്, 2 പൊന്നോമന പുത്രന്മാർ. ആരൊക്കെയാണ് അവര്? നാദാബും അബീഹും. ആ ഭാഗം ഒന്ന് വായിച്ചേ. അത് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച. ലേവ്യർ 10:1. ലേവ്യർ 10:1 എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ ഈ പറഞ്ഞ വിഷയം തെളിയിക്കാനാണ് അതോ പറയാനായിട്ട് എനിക്ക് അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗ്ഗം ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത. അപ്പൊ കൽപ്പിച്ച ഒരു വ്യവസ്ഥ വേറെ കിടപ്പുണ്ട്. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താ? നമ്മുടെ രീതികളും നമ്മുടെ വ്യവസ്ഥകളും മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുക. ദൈവം വെച്ചിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് നമ്മൾ വരിക. മോശയുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അഹരോന്റെ 2 പൊന്നോമന പുത്രന്മാർ നാദാബും അബീഹൂബും. ഏലി പുരോഹിതന്റെ 2 മക്കളുണ്ടായിരുന്ന അതാ ഫിനെഹാസും ഒപ്നിയും. അതിൻ്റെയും ഗതി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. അത് വേറൊരു നിലയില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അഹരോന്റെ പുത്രന്മാര് തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത
നമ്മളോട് കർത്താവ് പറയാത്തതും സത്യവേദ പുസ്തകത്തിൽ നമുക്ക് തരാത്തതുമായ രീതികളും ഉപദേശങ്ങളും നമ്മൾ അവലംബിച്ചാൽ സംഭവിക്കുന്നത് അഹരോന്റെ മക്കൾക്ക് സംഭവിച്ചത് തന്നെയായിരിക്കും. അപ്പൊ ചിലർ ചോദിക്കുക, പാസ്റ്റേ ഇന്ന് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും നല്ല കരുത്തന്മാരായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. അവരുടെ എക്കണോമിക്ക് കുഴപ്പമില്ല, അവരുടെ കസേരയ്ക്ക് കുഴപ്പമില്ല, അവരുടെ പ്രസ്ഥാനത്തിൽ അവർ ഹീറോമാണ്. ഞാൻ അവരോട് പറയുന്നത് എന്താണെന്നറിയോ? അവരെന്തേ ചത്തിരിക്കുക ആത്മീയമായി. അവരാത്മീയമായി ചത്തിരിക്കുക, അവരാത്മീയമായി ഡെഡായിരിക്കുക. പ്രിയമുള്ളവരെ, ലോകം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ദൈവം മുൻപാകെ അവർ ആത്മീയമായി നശിച്ചിരിക്കുകയാണ്. അവർക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ശുശ്രൂഷയുണ്ട്, പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ അത് സ്വീകാര്യമല്ല. എന്താ കാര്യം? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ. മത്തായി 28:20 ഞങ്ങളുടെ കീവേഡാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കർത്താവ് അവരോട് കൽപ്പിച്ചത് അവർ പ്രസംഗിച്ച് ശിഷ്യരാക്കി. ആ ശിഷ്യരായി തീർന്ന നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്, മറ്റൊന്നല്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.